ഹായ് ഫ്രണ്ട്സ്, അബീസ് കുക്കിംഗ് സ്റ്റൈൽസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഒരു വെണ്ടയ്ക്ക തീയലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ട ചേരുവകൾ: 5 വെണ്ടയ്ക്ക, ഒരു തക്കാളി മീഡിയം സൈസിൽ കട്ടാക്കിയത്, പിന്നെ ഇതിലേക്ക് കുറച്ച് ഉള്ളി, 2 പച്ചമുളക് നീളത്തിൽ കട്ടാക്കിയത്, പിന്നെ ഏകദേശം 1.5 കപ്പോളം തേങ്ങ, പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഇതിലേക്ക് കടുക് പൊട്ടിച്ചൊഴിക്കാൻ വേണ്ടി കുറച്ച് കടുക്, വറ്റൽമുളക്, കറിവേപ്പില, ആവശ്യത്തിന് വെളിച്ചെണ്ണ, കുറച്ച് വാളൻപൊടി വെള്ളത്തിലിട്ട് പിഴിഞ്ഞെടുത്തേക്കുന്നതാണ്. നമുക്കൊരു പാത്രത്തിലേക്ക് വെണ്ടയ്ക്ക, തക്കാളി, ഉള്ളി, പച്ചമുളക് എന്നിവ ചേർത്ത് 1 ഗ്ലാസ് വെള്ളവും ഒഴിച്ച് കുക്ക് ചെയ്യാൻ വയ്ക്കാം. ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം. അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തെടുക്കാം. അതേസമയം തന്നെ നമുക്ക് തേങ്ങ വറുക്കാൻ ഒരു ചീനച്ചട്ടി അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. അതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. 2 ചെറിയ ഉള്ളി കൂടി ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അല്പം ഒന്ന് കളർ മാറുമ്പോഴത്തേക്കും നമുക്ക് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം. ഏകദേശം 1 ടീസ്പൂണോളം വെളിച്ചെണ്ണ മതിയാകും. ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് വേണം ഇത് നന്നായി മൂപ്പിച്ചെടുക്കാൻ. അപ്പോൾ അത്യാവശ്യം കളർ മാറി വന്നിട്ടുണ്ട്. ഇതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിലിട്ട് തന്നെ ഒരു 15 മിനിറ്റ് നന്നായി ഒന്ന് വറുത്തെടുക്കാം. ഇപ്പം നല്ലതുപോലെ കളറൊക്കെ ചേഞ്ചായി വന്നിട്ടുണ്ട്. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് തണുപ്പിക്കാൻ മാറ്റി വയ്ക്കാം. ഇപ്പോൾ നന്നായി തണുത്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്ത് നന്നായി ഗ്രൈൻഡ് ചെയ്തെടുക്കാം. നമ്മുടെ ഉള്ളി, തക്കാളി, വെണ്ടയ്ക്ക എന്നിവ നന്നായി കുക്കായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് എടുത്തു വച്ചേക്കുന്ന പുളിവെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. അരച്ചു വച്ചേക്കുന്നതിൽ 1 ഗ്ലാസ് വെള്ളവും കൂടി ചേർത്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ തീയൽ നന്നായി ഒന്ന് തിളക്കട്ടെ. ഇതേ സമയം നമുക്ക് കടുക് പൊട്ടിച്ചൊഴിക്കാം. അതിനായി ഒരു പാത്രം വെച്ച് കൊടുക്കാം. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് കടുക്, വറ്റൽമുളക്, കറിവേപ്പില എന്നിവ വറുത്തെടുക്കാം. അപ്പോൾ നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇത്രയും മതിയാകും. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ തീയൽ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കടുക് പൊട്ടിച്ചത് കൂടി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത്രയും മതിയാകും. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മുടെ തീയൽ ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഉച്ചയ്ക്ക് ചോറുണ്ണാൻ ഈ ഒരു കറി മാത്രം മതിയാകും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.